അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയും മുതൽ എന്നേക്കും ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനത്തോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ അഗ്രാഹ്യമായ ശക്തിയാൽ ഞങ്ങളെ ഉണർവുള്ളവരാക്കണമേ. അങ്ങയുടെ പരിപാലനത്തിലുള്ള പ്രത്യാശയിൽ ഞങ്ങളെ ഉറപ്പിക്കുകയും അങ്ങയുടെ ശക്തമായ കരത്താൽ ഞങ്ങളെ ബലപ്പെടുത്തുകയും ചെയ്യണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ അങ്ങയുടെ കൃപാവരത്താൽ ഞങ്ങളെ യോഗ്യരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. കർത്താവേ, അങ്ങയുടെ കൂടാരത്തിൽ ആര് വസിക്കും? അങ്ങയുടെ വിശുദ്ധഗിരിയിൽ ആര് വിശ്രമിക്കും? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, അങ്ങയുടെ കൂടാരത്തിൽ ആര് വസിക്കും? അങ്ങയുടെ വിശുദ്ധഗിരിയിൽ ആര് വിശ്രമിക്കും? കരകൂടാതെ ജീവിക്കുന്നവനും നീതി പ്രവർത്തിക്കുന്നവനും ഹൃദയത്തിൽ സത്യമുള്ളവനും നാവുകൊണ്ട് വഞ്ചിക്കാത്തവനും കൂട്ടുകാരനോട് തിന്മ ചെയ്യാത്തവനും അയൽക്കാരനെതിരായി കൈക്കൂലി വാങ്ങാത്തവനും കോപിപ്പിക്കുന്നവനെ അവഗണിക്കുന്നവനും കർത്താവിനെ ഭയപ്പെടുന്നവരെ മാനിക്കുന്നവനും സത്യപ്രതിജ്ഞ ലംഘിക്കാത്തവനും പണം പലിശയ്ക്ക് കൊടുക്കാത്തവനും നിർദോഷിക്കെതിരെ കൈക്കൂലി വാങ്ങാത്തവനും ഇങ്ങനെ ജീവിക്കുന്നവൻ നീതിമാനാകുന്നു. അവനൊരിക്കലും ഇളകുകയില്ല. ദൈവമേ, എന്നെ കാത്തുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ ഞാൻ അങ്ങേ ആശ്രയിച്ചിരിക്കുന്നു. അങ്ങാണ് എന്റെ നാഥനെന്നും എന്റെ നന്മ അങ്ങിൽ നിന്നാണെന്നും കർത്താവിനോട് ഞാൻ പറഞ്ഞു. ഭൂമിയിലുള്ള പരിശുദ്ധരും ശ്രേഷ്ഠരും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവരാണെന്ന് ഞാൻ പറഞ്ഞു. അന്യദേവന്മാർക്ക് ഞാൻ രക്തബലി അർപ്പിക്കുകയില്ല. അവരുടെ നാമം ഞാൻ ഉരുവിടുകയുമില്ല. എന്റെ അവകാശവും പാനപാത്രവും കർത്താവാകുന്നു. എന്റെ ഓഹരി എനിക്ക് വേർതിരിച്ചു തരുന്നത് അങ്ങാകുന്നു. നല്ല സ്ഥലത്താണ് എനിക്ക് അളവ് ചങ്ങല വീണത്. എന്റെ അവകാശം എനിക്ക് ഇഷ്ടമായി. എനിക്ക് ഉപദേശം നൽകിയ കർത്താവിനെ ഞാൻ വാഴ്ത്തും. രാത്രിയാമങ്ങളിലും എന്റെ അന്തരംഗം എന്നെ പഠിപ്പിച്ചു. കർത്താവിനെ ഞാൻ സദാ കൺമുൻപിൽ ദർശിച്ചു. ഞാൻ ഇളകാതിരിക്കാൻ അവിടുന്ന് എന്റെ വലതുഭാഗത്തുണ്ട്. അതിനാൽ എന്റെ ഹൃദയം സന്തോഷിക്കുന്നു, മനസ്സ് ആനന്ദിക്കുന്നു, ശരീരം ശാന്തി അനുഭവിക്കുന്നു. അങ്ങ് എന്നെ ശീയോലിൽ ഉപേക്ഷിച്ചില്ല.
അങ്ങയുടെ പരിശുദ്ധനെ ജീർണിക്കാൻ അനുവദിച്ചില്ല. ജീവന്റെ മാർഗം അങ്ങ് എന്നെ കാണിക്കും. അങ്ങയുടെ മുഖപ്രസാദവും വലതുകരത്തിന്റെ വിജയമാധുര്യവും നിമിത്തം ഞാൻ സംതൃപ്തനാകും. പരിശുദ്ധനായ കർത്താവേ, എന്നെ ശ്രവിക്കണമേ. എന്റെ പ്രാർത്ഥന ഗൗനിക്കണമേ. നിഷ്കപടമായ അധരങ്ങളിൽ നിന്നുള്ള എന്റെ അർത്ഥന ചെവിക്കൊള്ളണമേ. എന്റെ വിധി തിരുസന്നിധിയിൽ നിന്ന് വന്നുകൊള്ളട്ടെ. അങ്ങയുടെ കണ്ണുകൾ സത്യം കാണട്ടെ. എന്റെ ഹൃദയം അങ്ങ് പരിശോധിക്കുകയും രാത്രിയിൽ എന്നെ സന്ദർശിക്കുകയും ചെയ്തു. പരീക്ഷകൾക്ക് എന്നെ വിധേയനാക്കി, എങ്കിലും എന്നെ തിന്മ കണ്ടെത്തിയില്ല. മനുഷ്യരുടെ പ്രവൃത്തികളെ കുറിച്ച് വ്യർത്ഥമായി ഞാൻ സംസാരിച്ചില്ല. ദുർമാർഗങ്ങളിൽ നിന്ന് അങ്ങ് എന്നെ സംരക്ഷിച്ചു. എന്റെ പാദങ്ങൾ ഇടരാതിരിക്കാൻ ഊടുവഴികളിൽ അങ്ങ് എന്നെ സഹായിച്ചു. അങ്ങ് എനിക്ക് ഉത്തരം തരുന്നതിനാൽ ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു. ദൈവമേ, ചെവി ചായ്ക്കണമേ. എന്റെ വാക്കുകൾ ശ്രവിക്കണമേ. അങ്ങയുടെ നീതിമാനെ അത്ഭുത വിഷയമായും അങ്ങിൽ ശരണപ്പെടുന്നവർക്ക് രക്ഷകനായും മാറ്റണമേ. അങ്ങേ എതിർക്കുന്നവരിൽ നിന്ന് കണ്ണിലെ കൃഷ്ണമണി പോലെ അങ്ങ് എന്നെ കാത്തുകൊള്ളണമേ. എന്നെ അപഹരിച്ച പാപികളിൽ നിന്നും എന്നെ എതിർത്ത ശത്രുക്കളിൽ നിന്നും അങ്ങയുടെ ചിറകിൻ തണലിൽ എന്നെ സംരക്ഷിക്കണമേ. വമ്പ് പറയുന്നവരുടെ വായടയ്ക്കണമേ. അവർ എന്നെ പ്രശംസിച്ചു, ഇപ്പോൾ അവർ എന്നെ വളഞ്ഞിരിക്കുന്നു. എന്നെ നിലം പതിപ്പിക്കാൻ അവർ നോട്ടമിട്ടിരിക്കുന്നു. കടിച്ചു കീറാൻ വരുന്ന സിംഹം പോലെയാണവർ. പതിയിരിക്കുന്ന സിംഹക്കുട്ടിക്ക് തുല്യരാണവർ. കർത്താവേ, എഴുന്നേറ്റ് അവരെ മുട്ടുകുത്തിക്കണമേ. അധർമ്മികളിൽ നിന്നും വാളിൽ നിന്നും എന്നെ രക്ഷിക്കണമേ. ദുഷ്ടരിൽ നിന്നും മരണഗർത്തത്തിൽ നിന്നും അങ്ങയുടെ കൈകൾ എന്നെ മോചിക്കട്ടെ. ആയുസ്സിൽ അവർക്ക് ഓഹരി കൊടുത്ത് അങ്ങയുടെ നിക്ഷേപങ്ങളാൽ അവരുടെ ഉദരം നിറയ്ക്കണമേ. മക്കൾ സംതൃപ്തനാകട്ടെ. മിച്ചമുള്ളത് അവരുടെ സന്തതികൾക്കായി നീക്കിവയ്ക്കട്ടെ. ഞാനോ നീതിയിൽ അങ്ങയുടെ മുഖം ദർശിക്കും. അങ്ങിലുള്ള വിശ്വാസം സജീവമാകുമ്പോൾ ഞാൻ സംതൃപ്തനാകും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ അങ്ങയെ പ്രസാദിപ്പിക്കട്ടെ. അങ്ങയുടെ അനന്തകാരുണ്യത്താൽ ഞങ്ങളുടെ യാചനകൾക്ക് എല്ലായ്പ്പോഴും ഉത്തരമരുളണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. നിങ്ങളുടെ വെളിച്ചം മനുഷ്യരുടെ മുൻപിൽ പ്രകാശിക്കട്ടെ. വിണ്ണിൻ സുരഭില സന്ദേശം മിശിഹായാകും ഗുരുനാഥൻ വിവരിക്കുന്നതു കേട്ടിടുവിൻ. എണ്ണ വിളക്കു തെളിച്ചവരാം മതിശാലിനികൾ കന്യകമാർ മണവാളനെ അന്നെതിരേറ്റു രാവിൻ മധ്യവിനാഴികയിൽ. മിശിഹായാണ് മണവാളൻ, മണവാട്ടികളോ ധന്യഗണം. എണ്ണ വിളക്കാണലു നിമിഷം ദീപ്തി ചൊരിഞ്ഞിടുമധ്വാനം. മരണമടയാതെ ജീവിക്കാൻ മനുഷ്യൻ പ്രാപ്തനാണോ? മരണം മാറ്റമിടാതിവിടെ നിലനിന്നിടും പ്രതിഭാസം. ലോകാന്തം വരെ എന്നെന്നും പ്രതിഭാധനരാം കന്യകമാർ ഒന്നൊഴിയാതെ ഉറങ്ങിപ്പോയി. മതിയറ്റവരാം കന്യകമാർ കൊപ്പം രാവിൽ ക്ഷീണത്താൽ. ശിഷ്ടരുമൊപ്പം ദുഷ്ടരുമീ മരണം മുറപോൽ കയ്യേൽക്കും. കന്യകമാരുടെ ദൃഷ്ടാന്തം ഉദ്ഘോഷിക്കുന്നീ സത്യം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. കൊമ്പും കുഴലും കാഹളവും ഉത്ഥാനത്തിൻ സുദിനത്തിൻ
സ്മരണകൾ അനിശമുയർത്തുന്നു. രാവിൽ കാഹളമൂതുമ്പോൾ അന്ത്യവിധിക്കായി എത്തിയിടും മിശിഹാനാഥൻ മണവാളൻ സഭയെ വധുവായി കൈക്കൊള്ളും. കരുണയെ രാധിക നിലകൊണ്ടോർ ദിവ്യാനന്ദം നുകരില്ല. നിത്യവിരുന്നിൻ മണവറയിൽ അവനോടൊപ്പം ചേരില്ല. കരുണാനിധിയാം കർത്താവേ, നിൻ ജനതതിയിൽ കനിയണമേ. കാക്കണമേ നിന്നവകാശം, ശത്രുഗണത്തിൻ ദ്രോഹങ്ങൾ കാണുന്നവനെ സദയം നിൻ കൃപ നീവരിൽ ചൊരിയണമേ. നിന്നുടെ കൃപയും നന്മകളും ഏറ്റുപറഞ്ഞതിമോഹരമാം സ്തുതിഗീതങ്ങൾ പാടിയിടാൻ പരിപാലനമാം കോട്ടകളാൽ ദാസരി നിതരാം കാക്കണമേ കരുണാമയനാം കർത്താവേ. ഭരണാധിപരും വൈദികരും ശാന്തിയിലൊന്നായി പുലരട്ടെ. സ്നേഹത്തിൽ നിലനിൽക്കട്ടെ. ആയോധനവും ശത്രുതയും ഭൂവിൽ നിന്നൊഴിവാകട്ടെ. ഒരുമയുടങ്ങൈ വാഴ്ത്തിടാൻ. കർത്താവീശോ മിശിഹായേ, നിന്നെ വഹിച്ചൊരു മാതാവിൻ പ്രാർത്ഥനയാലെ കനിവോടെ തിന്മകളാലെ കലുഷിതമാ ഭൂവിൽ ശാന്തി വിതയ്ക്കണമേ. ഞങ്ങളെ നിർമ്മലരാക്കണമേ. ഭാരതഭൂവിൽ സ്ലീഹായാം മാർത്തോമായി ഞങ്ങൾക്കായി നാഥനുടർത്ഥന ചെയ്യണമേ. നിന്നോടൊപ്പം സുതരെല്ലാം ദത്തവകാശം സ്വർഗത്തിൽ നേടാനർഹത കൈവരുവാൻ. ഈശോനാഥ നിൻ പ്രിയരാം ദിവ്യന്മാരും സാക്ഷികളും സ്നേഹന്മാരും പ്രേക്ഷിതരും മൽപ്പാന്മാരും നീതിയരും ധന്യരുമെന്നും ഞങ്ങൾക്കായി യാചിക്കട്ടെ കരുണയ്ക്കായി. സത്കർമ്മികളാം സകലർക്കും പ്രതിഫലമേകും സുദിനത്തിൽ നിൻ പ്രിയരൊപ്പം ചേർന്നിടാൻ അവരോടൊപ്പം സമ്മാനം കൈക്കൊണ്ടിടാൻ സ്തുതി പാടാൻ യോഗ്യത ഞങ്ങൾ കേൾക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മാലാഖമാർ അങ്ങയെ സ്തുതിക്കുകയും മനുഷ്യരങ്ങയെ പുകഴ്ത്തുകയും സൃഷ്ടികളെല്ലാം അങ്ങയെ ആരാധിക്കുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. ജനതകളെ ഭൂവാസികളെ ശ്രവിക്കുവിൻ. ധനികരെ ദരിദ്രരെ ശ്രദ്ധിക്കുവിൻ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ജനതകളെ ഭൂവാസികളെ ശ്രവിക്കുവിൻ. ധനികരെ ദരിദ്രരെ ശ്രവിക്കുവിൻ. എന്റെ അധരം ജ്ഞാനവും ഹൃദയം വിവേകവും സംസാരിക്കും. അന്യോപദേശങ്ങൾക്ക് ഞാൻ ചെവി കൊടുക്കട്ടെ. സുഭാഷിതങ്ങൾ ഞാൻ വീണയിൽ വായിക്കട്ടെ. ക്ലേശദിനങ്ങളിൽ ഞാൻ ഭയപ്പെടുകയില്ല. ശത്രുക്കളുടെ ദുഷ്ടത എന്നെ വളഞ്ഞിരിക്കുന്നു. അവർ തങ്ങളുടെ ശക്തിയിൽ ശരണം വയ്ക്കുന്നു, ധനസമൃദ്ധിയിൽ അഹങ്കരിക്കുന്നു. സഹോദരന് അവരെ രക്ഷിക്കാനാവില്ല. വീണ്ടെടുപ്പിന്റെ വില ദൈവത്തിന് നൽകാൻ മനുഷ്യനാവില്ല. ആത്മാവിന്റെ രക്ഷ അമൂല്യമാണല്ലോ. നിരന്തരം അധ്വാനിക്കുക, നീ എന്നേക്കും ജീവിക്കും, നീ ക്ഷയിച്ചു പോവുകയില്ല. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ശ്രേഷ്ഠ പുരോഹിതനീശോനാഥ, മേഷഗണത്തെ പാലിക്കണമേ. നിൻ തിരുരക്തം വിലയായി നൽകി നീ ധരയെ
രക്ഷിതമാക്കി. മുന്തിരി വയലാം പാവന സഭയെ നിൻ തിരുസ്ലീവ കാത്തിടട്ടെ. പാപകടങ്ങൾ നീക്കി നിതാന്തം മോചനമേകാൻ കനിവാകണമേ. ആരാധകരുടെ വദന പ്രഭയായി നിൻ കാരുണ്യം നിലനിൽക്കട്ടെ. നിന്നുടെ ത്രോണോസുയരും നേരം ന്യായം നോക്കി വിധിച്ചിടല്ലേ. താതനും അതുപോൽ സുതനും പാവന റൂഹായ്ക്കും സ്തുതിയെന്നും ആമേൻ. പത്രോസ്ലീഹ എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം 12 മുതലുള്ള വാക്യങ്ങൾ. പ്രിയപ്പെട്ടവരെ, നിങ്ങളെ പരിശോധിക്കാനായി അഗ്നിപരീക്ഷകൾ ഉണ്ടാകുമ്പോൾ അപ്രതീക്ഷിതമായതെന്തോ സംഭവിച്ചാലെന്ന പോലെ പരിഭ്രമിക്കരുത്. ക്രിസ്തുവിൻ്റെ പീഡകളിൽ നിങ്ങൾ പങ്കുകാരാകുന്നതിൽ ആഹ്ലാദിക്കുവിൻ. അവൻ്റെ മഹത്വം വെളിപ്പെടുമ്പോൾ നിങ്ങൾ അത്യധികം ആഹ്ലാദിക്കും. ക്രിസ്തുവിൻ്റെ നാമനിമിത്തം നിന്ദിക്കപ്പെട്ടാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. എന്തെന്നാൽ മഹത്വത്തിൻ്റെ ആത്മാവ്, അതായത് ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നു. നിങ്ങളിൽ ആരും തന്നെ കൊലപാതകിയോ മോഷ്ടാവോ ദുഷ്കർമ്മിയോ പരദ്രോഹിയോ ആയി പീഡ സഹിക്കാൻ ഇടയാകരുത്. ക്രിസ്ത്യാനി എന്ന നിലയിലാണ് ഒരുവൻ പീഡ സഹിക്കുന്നതെങ്കിൽ അതിൽ അവൻ ലജ്ജിക്കാതിരിക്കട്ടെ. പിന്നെയോ ക്രിസ്ത്യാനി എന്ന നാമത്തിൽ അഭിമാനിച്ചുകൊണ്ട് അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ. എന്തെന്നാൽ വിധിയുടെ സമയം സമാഗതമായിരിക്കുന്നു. ദൈവത്തിൻ്റെ ഭവനത്തിലായിരിക്കും അത് ആരംഭിക്കുക. അത് നമ്മിലാണ് ആരംഭിക്കുന്നതെങ്കിൽ ദൈവത്തിൻ്റെ സുവിശേഷം അനുസരിക്കാത്തവരുടെ അവസാനം എന്തായിരിക്കും? നീതിമാൻ കഷ്ടിച്ചു മാത്രം രക്ഷപ്പെടുന്നുവെങ്കിൽ ദുഷ്ടൻ്റെയും പാപിയുടെയും സ്ഥിതി എന്തായിരിക്കും? ആകയാൽ ദൈവഹിതമനുസരിച്ച് സഹിക്കുന്നവൻ നന്മ ചെയ്തുകൊണ്ട് വിശ്വസ്തനായ സ്രഷ്ടാവിന് തൻ്റെ ആത്മാക്കളെ ഭരമേൽപ്പിക്കട്ടെ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ജനതകളെ ഭൂവാസികളെ ശ്രവിക്കുവിൻ, ധനികരെ ദരിദ്രരെ ശ്രദ്ധിക്കുവിൻ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ജനതകളെ ഭൂവാസികളെ ശ്രവിക്കുവിൻ, ധനികരെ ദരിദ്രരെ ശ്രവിക്കുവിൻ. എന്റെ അധരം ജ്ഞാനവും ഹൃദയം വിവേകവും സംസാരിക്കും. അന്യോപദേശങ്ങൾക്ക് ഞാൻ ചെവി കൊടുക്കട്ടെ, സുഭാഷിതങ്ങൾ ഞാൻ വീണയിൽ വായിക്കട്ടെ. ക്ലേശദിനങ്ങളിൽ ഞാൻ ഭയപ്പെടുകയില്ല, ശത്രുക്കളുടെ ദുഷ്ടത എന്നെ വളഞ്ഞിരിക്കുന്നു. അവർ തങ്ങളുടെ ശക്തിയിൽ ശരണം വയ്ക്കുന്നു, ധനസമൃദ്ധിയിൽ അഹങ്കരിക്കുന്നു. സഹോദരന് അവരെ രക്ഷിക്കാനാവില്ല, വീണ്ടെടുപ്പിന്റെ വില ദൈവത്തിന് നൽകാൻ മനുഷ്യനാവില്ല. ആത്മാവിന്റെ രക്ഷ അമൂല്യമാണല്ലോ. നിരന്തരം അധ്വാനിക്കുക, നീ എന്നേക്കും ജീവിക്കും, നീ ക്ഷയിച്ചു പോവുകയില്ല. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ശ്രേഷ്ഠ പുരോഹിതനീശോനാഥ, മേഷഗണത്തെ പാലിക്കണമേ. നിൻ തിരുരക്തം വിലയായി നൽകി നീ ധരയെ രക്ഷിതമാക്കി. മുന്തിരി വയലാം പാവന സഭയെ നിൻ തിരുസ്ലീവ കാത്തിടട്ടെ. പാപകടങ്ങൾ നീക്കി നിതാന്തം മോചനമേകാൻ കനിവാകണമേ. ആരാധകരുടെ വദന പ്രഭയായി നിൻ കാരുണ്യം നിലനിൽക്കട്ടെ. നിന്നുടെ ത്രോണോസുയരും നേരം ന്യായം നോക്കി വിധിച്ചിടല്ലേ. താതനും അതുപോൽ സുതനും പാവന റൂഹായ്ക്കും സ്തുതിയെന്നും ആമേൻ. കാരുണ്യവാനായ കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് ചെയ്ത എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. വിചാരത്താലോ വാക്കാലോ പ്രവർത്തിയാലോ ഉപേക്ഷയാലോ ഞങ്ങൾ ചെയ്ത പാപങ്ങളെല്ലാം ഞങ്ങളോട് പൊറുക്കുകയും അങ്ങയുടെ തൃക്കരങ്ങൾ നീട്ടി മക്കളായ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.